2 മാസത്തെ ലീവ്. കൂട്ടുകാരുമൊത്ത് അടിച്ചു പൊളിക്കാൻ കഷ്ടപ്പെട്ട് കിട്ടിയ 60 ദിവസം. കുറേ ആഗ്രഹങ്ങളായിട്ടാണ് ഫ്ലൈറ്റ് കയറിയത്. നാട്ടിലിറങ്ങിയപ്പോൾ എന്നെ എല്ലാം കൊണ്ടും വിഷമത്തിലാക്കി. ബിഗ് ബിയിൽ ബിലാൽ പറഞ്ഞ പോലെ പണ്ടത്തെ കൊച്ചിയല്ല ഇപ്പോഴത്തെ കൊച്ചി. എല്ലാവരും അവരവരുടെ ജോലിയുമായി തിരക്കിലാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള തത്രപ്പാട്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ 2 മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകും. പിന്നെയും അവർക്കിവിടെ ജീവിക്കണ്ടേ. ലീവുള്ള ഞായർ ദിവസങ്ങളിൽ ഞങ്ങൾ കൂടും. അത് തന്നെ 10 പേരുണ്ടെങ്കിൽ 5 പേരും അന്നുണ്ടാകും. ബാക്കിയുള്ളവർ എന്നും തിരക്കിലാണ്. നാട്ടിൽ വന്നാൽ ആകെയുള്ള പരിപാടി ഫ്രണ്ട്സുമായി കുറച്ച് കറങ്ങണം, പിന്നെ അവരുമൊത്ത് സാധനം വാങ്ങി കഴിക്കണം. ഒരു കൊല്ലത്തെ പ്രവാസ ജീവിതത്തിലെ ഏകാന്തത തീരുന്നത് ഇങ്ങനെയൊക്കെയാണ്. പതിവ് പോലെ ലീവുള്ള ആൾക്കാരെ വിളിച്ച് രാവിലെ തന്നെ കലാപരിപാടികൾ തുടങ്ങും. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ആർക്കും ലീവില്ല. ഞാനങ്ങനെ ബോറടിച്ചിരിക്കായിരുന്നു. ലീവിന് വരണ്ടായിരുന്നു എന്നുവരെ എനിക്ക് തോന്നിപ്പോയി. അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഏകാന്തത ഇവിടെയാണ്. ആരുമില്ലാത്ത സ്ഥിതിക്ക് ഉച്ചവരെ കിടന്നുറങ്ങി. എന്നിട്ട് ഫുഡും കഴിച്ച് കുറച്ച് ദൂരെയുള്ള ഒരു ബാറിലേക്ക് വെച്ച് പിടിച്ചു. ആരുമില്ലാത്തവർക്ക് ബാറുകൾ തുണ എന്നും വിചാരിച്ച് ഞാനൊരു മുഴുക്കുടിയനൊന്നും അല്ല കേട്ടോ. സമയം കളയണ്ടേ. ആരുമില്ലാത്ത സ്ഥിതിക്ക് അവിടെ നിന്നും ഒരു കുപ്പിയും വാങ്ങി ടി വിയിൽ ക്രിക്കറ്റ് കളി കണ്ടിരുന്ന് സമയം കളയാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഉമ്മയുടെ കോൾ വരുന്നത്. ബാറിലായതുകൊണ്ട് തന്നെ ആദ്യത്തെ കോൾ ഞാൻ എടുത്തില്ല. പിന്നെ മടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനെടുത്ത് സംസാരിച്ചു. ഹലോ മോനെ, നീ എവിടെയാടാ? ആ കോളിൽ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. എന്താ എന്താ ഉമ്മ? എടാ, നീ ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ? എന്തോ ഉമ്മ, ഞാൻ കുറച്ച് ദൂരെയാണ്. എടാ, ഉപ്പാക്ക് ചെറിയ നെഞ്ചുവേദന, ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം പെട്ടെന്ന്. കുടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ആ ഹാങ് ഓവർ അങ്ങ് ഇറങ്ങിപ്പോയി. ഉപ്പാക്ക് ഒരു സ്ട്രോക്കിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്. ഉമ്മ, ഞാൻ എത്താൻ എന്തായാലും 1 മണിക്കൂർ സമയമെടുക്കും. ഉമ്മ അവിടെ അടുത്ത ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്ക്. ഞാനും ഇവിടെ നിന്ന് ഇറങ്ങാം. ആ ശരി മോനെ. നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ വീട്ടിലെ കാര്യമാണെന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മയാണ് വിളിച്ചത്. ഞാൻ ശ്രീരാഗ്. എല്ലാവരും ശ്രീ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കാൻ മാത്രം ആരുമില്ല. പ്രവാസിയല്ലേ. വിരലിൽ എണ്ണാൻ പറ്റുന്ന ഫ്രണ്ട്സ് മാത്രം. ഇതെൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച അൻസാർ എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ ഉമ്മയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാ കൊള്ളരുമയ്ക്കും കൂട്ടുനിന്ന എൻ്റെ കൂട്ടുകാരൻ. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടുകാരുമായി നല്ല ബന്ധമാവുന്നതും. അവനിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയുമായി കുവൈറ്റിൽ സെറ്റിൽഡാണ്. ഇപ്പോൾ അവനുമായി പണ്ടത്തെ പോലുള്ള ബന്ധമില്ലെങ്കിലും എപ്പോൾ ലീവിന് വന്നാലും ഞാൻ അവൻ്റെ വീട്ടിൽ പോകാറുണ്ട്. കഴിഞ്ഞ ദിവസവും ഒന്ന് കയറി ഇറങ്ങി. അതുകൊണ്ടാണ് ഉമ്മ ആദ്യം എന്നെ വിളിച്ചത്. സമയം വൈകിട്ട് 5 മണിയോടടുത്തിരുന്നു. ഞാൻ വേഗം ബാറിലെ ബില്ല് സെറ്റിൽ ചെയ്ത് വേഗം കാറെടുത്ത് അവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. വഴിയെ അൻസാറിൻ്റെ വിളിയും വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ വിളിച്ചിട്ടിപ്പോൾ 6-7 മാസം കഴിഞ്ഞു. അവനും ഉപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ അവനുമായി സംസാരിച്ചിട്ട് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് വിട്ടു. ഈ ബ്ലോക്കും റോഡിൻ്റെ അവസ്ഥയും കാരണം ഞാൻ അവിടെ എത്താൻ ഏകദേശം 6 മണി കഴിഞ്ഞിരുന്നു. അവൻ്റെ വീട് ടൗണിൽ നിന്നും കുറച്ചുള്ളിലേക്ക് പോകണം. ഒരു കുന്നിൻ്റെ മുകളിലാണ്. സത്യം പറഞ്ഞാൽ ഒരു മൊട്ടക്കുന്നിൽ പൈപ്പ് വെള്ളം ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് വീടുകൾ മാത്രം. അവസാനമായി അവനെ കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാണ് ഇവിടെ നിന്നും കുറച്ച് മാറി ടൗണിലേക്ക് പോകാൻ. അവൻ്റെ ഫാമിലിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. തറവാടായതുകൊണ്ട് അവർക്ക് അവിടെ തന്നെ നിന്നാൽ മതി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസ്ഥ വന്നത്. ഒരാളെപ്പോലും ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ല. അടുത്ത് വീടുകളും കുറവാണ്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ആരെയും കണ്ടില്ല. ഞാൻ ഫോണെടുത്ത് ഉമ്മയെ വിളിച്ചു. ഹലോ ഉമ്മ. ആ മോനെ പറ, എവിടെയാണ്? എന്തായി? ഞങ്ങൾ ഒരു ഓട്ടോ കിട്ടിയപ്പോൾ അതിലിങ്ങ് പോകുന്നു മോനെ. തിരക്കായതുകൊണ്ട് മോനെ വിളിച്ചു പറയാൻ സമയം കിട്ടിയില്ല. ആ അത് സാരമില്ല. ഏത് ഹോസ്പിറ്റലാണ്? ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല. മോൻ തിരക്കിട്ട് ഇപ്പോൾ വരണ്ട. ഹോസ്പിറ്റലിലേക്ക് എൻ്റെ മോള് അഫീഫ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലമ്മ, ഞാനും വരാം. ഞാൻ പറഞ്ഞു. വേണ്ട, നിനക്ക് പറ്റുമെങ്കിൽ
കുറച്ചു നേരം വീട്ടിൽ നിൽക്ക്. അവിടെ ആലിയ ഉണ്ട്. ഇരുട്ടായാൽ അവൾക്ക് പേടിയാകും. ഞാൻ കാണിച്ചിട്ട് വേഗം വരാം. ഞാൻ വീട്ടിലേക്ക് നോക്കി. അവിടെ അവൾ ഉള്ളതായി എനിക്ക് തോന്നിയില്ല. പുറത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മറത്തെ വാതിൽ അടച്ചിട്ടുമുണ്ട്. ആ, എന്നാൽ ശരി ഉമ്മ. അവിടെ കാണിച്ചു കഴിഞ്ഞ് വിളിക്ക്. ഞാൻ വരുന്നുണ്ട് കൂട്ടാൻ. ശരി മോനെ. പിന്നെ ഉമ്മ വിളിക്കാൻ മറക്കണ്ട. ഇങ്ങോട്ട് വണ്ടി കിട്ടാൻ പാടാണ് എന്നും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് നടന്നു. അൻസാറിന് ഒരനിയത്തിയും ഒരു ചേച്ചിയുമാണുള്ളത്. രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞതാണ്. ഒരാളിപ്പോൾ ഹോസ്പിറ്റലുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്ത ആളുടെ കല്യാണം കഴിഞ്ഞതാണെങ്കിലും കെട്ടിയൻ ഗൾഫിലായതുകൊണ്ട് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെയാണ് നിൽക്കുന്നത്. ഇവർക്കൊരു സഹായം. 2 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. ഞാൻ കോളിംഗ് ബെൽ അടിച്ചു. അകത്ത് നിന്ന് വാതിലിനോട് ചേർന്ന ജനലിൻ്റെ കർട്ടൻ മാറ്റി ആരാണെന്ന് നോക്കി. ഞാനാണെന്ന് കണ്ട ആലിയ വേഗം വന്ന് വാതിൽ തുറന്നു. ഇതാര്? എപ്പോൾ എത്തി നാട്ടിൽ? ആലിയ എന്നോട് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഇവളിവിടെ ഇല്ലായിരുന്നു. ആ, കുറച്ച് ദിവസമായി ഞാനിവിടെ വന്നിരുന്നു. അപ്പോൾ നീ ഇവിടെ ഇല്ലായിരുന്നു. ഉമ്മ വിളിച്ചായിരുന്നു ഉപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഞാൻ എത്തുമ്പോഴേക്കും അവർ പോയി. ആ, വാ കയറിയിരിക്ക്. വാതിലിൻ്റെ അടുത്തുനിന്ന് അവൾ എനിക്കായി വഴി മാറി തന്നു. നിൻ്റെ മോളെവിടെ പോയി? ഞാൻ ചോദിച്ചു. എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് കുറച്ചു നേരം മൊബൈൽ കൊടുത്ത് റൂമിലിരുത്തി. അവൾക്ക് അത് മതി. നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. ഇനിയൊന്ന് കുളിക്കണം. ആ, എന്നാ നീ പോയി കുളിച്ചോ എന്നും പറഞ്ഞ് തുറന്നിട്ടിരുന്ന ടി വിയിൽ നോക്കി ഞാൻ ഇരുന്നു. അവൾ വേഗം റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മോള് കരയുന്ന ശബ്ദം ഞാൻ കേട്ടത്. അവൾ കുളിക്കുന്നത് കൊണ്ട് അവളുടെ അടുത്ത് ആരുമില്ല. ഞാൻ പതിയെ റൂമിൻ്റെ വാതിൽ തുറന്ന് നോക്കി. ബെഡിലിരുന്ന് മോള് കരയുകയാണ്. ഞാൻ വേഗം അടുത്തേക്ക് ചെന്നു. കാര്യം മനസ്സിലായി. ഫോണിൽ ചാർജ് തീർന്നിട്ട് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. ഞാൻ കരച്ചിൽ നിർത്താൻ വേണ്ടി എൻ്റെ മൊബൈൽ അവൾക്ക് കൊടുത്തു. റൂമിൽ മുഴുവൻ അത്തറിൻ്റെ മണമാണ്. ബെഡിലേക്ക് നോക്കിയപ്പോൾ അവൾ ഇപ്പോഴത്തെ ഡ്രസ്സ് അഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് ആലിയ പുറത്തേക്ക് വന്നു. ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മാതിരി വരവാണ് അവൾ വന്നത്. എന്നെ കണ്ടപ്പോൾ അവളൊന്ന് വിറച്ചുപോയി. അയ്യോ, ഏട്ടനോ? അത് ഞാൻ മോള് കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. ആലിയ വേഗം തന്നെ അലമാരി തുറന്ന് അതിൽ നിന്നും ഒരു മാക്സി എടുത്തിട്ടു. ഞാൻ അവളെ കുറച്ചു നേരം നോക്കി നിന്നു. ഒന്ന് പെട്ടെങ്കിലും കണ്ടാൽ അങ്ങനെയൊന്നും പറയില്ല. ആലിയ മാക്സി എടുത്തിട്ട് എന്നെ നോക്കി നിന്നു. ആ റൂമിൽ എന്തെന്നില്ലാത്ത ചൂട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് ചായ എടുക്കാം. അവൾക്ക് പറ്റിയ അമ്മളി മറക്കാൻ വേണ്ടി റൂമിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൾ പാടുപെട്ടു. അവൾ കുളിച്ചു വന്നിട്ടും ഇവിടെ നിന്നും വേർക്കാൻ തുടങ്ങി. എൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാനും അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലെത്തിയ ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ ചായ കുടിക്കില്ലെന്ന് നിനക്കറിയില്ലേ? പിന്നെ ആർക്കാണ് നീ ചായ ഉണ്ടാക്കുന്നത്? ആ, അത് ഞാൻ മറന്നു. എന്നാൽ ജ്യൂസ് എടുക്കാം. ഏയ്, എനിക്കൊന്നും വേണ്ട. അവൾ അവിടെ നിന്നും വിയർക്കാൻ തുടങ്ങി. അവളെ അങ്ങനെ കണ്ടതിൽ അവൾക്ക് വല്ലാതെ നാണമുണ്ട്. അവൾക്ക് എന്നെ നോക്കാൻ നല്ല ബുദ്ധിമുട്ടും. എനിക്കവളെ അങ്ങനെ കണ്ടതിൽ നല്ല സന്തോഷവുമുണ്ട്. അവൾക്കെന്നെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് ഷെൽഫിൽ എന്നെ തിരയുകയാണ്. ഞാൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. നീ എന്താ അവിടെ തിരയുന്നത്? ഞാൻ ചോദിച്ചു. അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് എനിക്ക് അഭിമുഖമായി നിന്നു. ഏയ്, ഒന്നുമില്ല, അവൾ പറഞ്ഞു. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ വേർക്കുന്നത്? ഇപ്പോൾ ഇവിടെ അതിന് മാത്രം ചൂടൊന്നും ഇല്ലല്ലോ. അത് ഞാൻ അവളുടെ ചുമലിൽ കൈവച്ചു. അവളത് തട്ടി മാറ്റാൻ ശ്രമിച്ചു. അവൾക്കിപ്പോഴും എൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടിയായിരുന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് വീണ്ടും ചെന്നു. എന്നിട്ട് അവളോട് ചോദിച്ചു, ആലിയ പ്ലീസ്, നിന്നെ നേരത്തെ അങ്ങനെ കണ്ടപ്പോൾ എനിക്കെന്തോ. ശ്രീയേട്ട, എന്താ നിങ്ങൾ പറയുന്നേ? അവൾ ചോദിച്ചു. പ്ലീസ്, നീ ഒന്ന് സഹകരിക്കുക.
ഇല്ല ശ്രീയേട്ടാ, പറ്റില്ല. പ്ലീസ് ഡി, ഇതൊന്നും ആരും അറിയില്ല. നിന്നെ അങ്ങനെ കണ്ടപ്പോൾ. അതും പറഞ്ഞ് ഞാൻ വീണ്ടും അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ വീണ്ടും എന്നെ തട്ടി മാറ്റി. എന്നിട്ട് പറഞ്ഞു, ശ്രീയേട്ടാ, ഉമ്മയും ഉപ്പയും ഇപ്പോൾ വരും. അവർ എന്നെ വിളിച്ചിട്ടേ വരും. ഞാൻ വേണം അവരെ കൂട്ടാൻ പോവാൻ. അവൾ വീണ്ടും വീണ്ടും മാറാൻ ശ്രമിച്ചു. പ്ലീസ് ആലിയ, പ്ലീസ്, ഞാൻ പറഞ്ഞു. പതിയെ അവളുടെ എതിർപ്പുകൾ അഴിയുന്നതായി എനിക്ക് തോന്നി. ആലിയ, നമുക്ക് റൂമിലേക്ക് പോയാലോ? ഞാൻ ചോദിച്ചു. അവൾക്കെൻ്റെ മുഖത്തേക്ക് നോക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കൈപിടിച്ച് ഞാൻ റൂമിലേക്ക് നടന്നു. അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ അവൾക്കും ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. റൂമിലേക്ക് എത്തുമ്പോഴേക്കും ആലിയുടെ മകൾ ഫോണും കയ്യിൽ പിടിച്ചുറങ്ങാണ്. നീ മോളെ ആ തൊട്ടിലേക്ക് കിടത്ത്, ഞാൻ പറഞ്ഞു. അവൾ ഒന്നും കഴിക്കാതെ കിടന്നത് ആലിയ പതിഞ്ഞ സ്വരത്തിൽ എന്നോട് പറഞ്ഞു. നീ കിടത്ത്, എന്തായാലും ഉറങ്ങിയില്ലേ. അത് ഞാൻ അവൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അവൾ വേഗം എഴുന്നേക്കും. എന്നാ വേഗം ആയിക്കോട്ടെ. അവൾ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു. മകളുടെ കയ്യിൽ ഫോണെടുത്ത് എൻ്റെ നേർക്ക് നീട്ടി. എന്നിട്ട് മകളെ എടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ട് എന്നെ നോക്കി. ഞാൻ കണ്ണ് ചിമ്മി കാണിച്ചു. അപ്പോൾ ഈ കഥയുടെ ബാക്കിയുടെ നടക്കുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലുള്ള കഥകൾ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.